നമ്മുടെ കയ്യിൽ പൈസ ഇല്ലാന്നുണ്ടെങ്കിൽ, വരുമാനമില്ലെങ്കിൽ നമ്മളെ ഒരാളെ ആശ്രയിക്കേണ്ടി വരും. ഇപ്പോൾ സ്ത്രീകൾക്കാകുമ്പോൾ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹസ്ബൻഡായിരിക്കും. അപ്പോൾ എനിക്കിതേ ഇപ്പോൾ ആശ്രയിക്കേണ്ടി വന്നത് എൻ്റെ ഹസ്ബൻഡിനെയാണ് കേട്ടോ. ആളാണ് എൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് വരുമാനം ഇല്ലാണ്ടിരിക്കുകയാണ്. അതായത് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ എനിക്ക് വരുമാനമില്ല. അപ്പോൾ ഞാനിത് എല്ലാ കാര്യത്തിനും, ഇപ്പോൾ പൈസയ്ക്കാണെങ്കിലും എല്ലാത്തിനും ആളോട് ഇങ്ങനെ ആളുടെ മുൻപിൽ ഇങ്ങനെ കൈനീട്ടി നിൽക്കേണ്ട ഒരു അവസ്ഥയാണ് സത്യത്തിൽ. ഇപ്പോൾ ഒന്നും തന്നെ ഞാൻ അമ്പലത്തിൽ, ഇപ്പോൾ ആൾക്ക് കുറച്ച് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനൊന്ന് അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുക, ആളുടെ പേരിൽ ഒരു പുഷ്പാഞ്ജലിയൊക്കെ ചെയ്യാം, അർച്ചനയൊക്കെ ചെയ്യാമല്ലോ വെച്ചു. ആ അമ്പലത്തേക്ക് വരെ പോകണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേരിലല്ലേ, അപ്പോൾ ആളും കൂടി കൊണ്ടുപോകാം എന്നുള്ളൊരു ഇതിൽ ഞാൻ ആളുടെ മുന്നിൽ റെഡി ആയിട്ട് 1 മണിക്കൂർ മുമ്പേ റെഡി ആയിട്ട് ഇനി ഇരിക്കുകയാണ്. ചേട്ടാ പോവാമെന്ന് പറഞ്ഞു. പക്ഷെ ആര് കേൾക്കാനാണ്? ആൾ ഞാനിവിടെ റെഡി ആയിട്ടിരിക്കുന്നത് പോലും മൈൻഡ് ആക്കാതെ തന്നെ 1 മണിക്കൂറിലും കൂടുതലായിട്ട് ഇങ്ങനെ ഫോണിൽ സംസാരിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുക, ഇതൊക്കെയാണ് ചെയ്യണേ. എന്തൊരവസ്ഥയാണല്ലേ ഇതൊക്കെ. ആൾക്കൊരു കൂസലില്ല. ഇപ്പം ഞാൻ എന്താവശ്യങ്ങൾ പറഞ്ഞാലും ആൾ മാക്സിമം അത് ഇട്ട് വലിപ്പിക്കാൻ നോക്കും. അതിനുശേഷം ചെയ്തു തരും. അമ്പലത്തിൽ പോയിട്ടോ ഇല്ലയെന്നൊന്നും പറയില്ല. ഇനി ആൾ ഈ വീഡിയോ കണ്ടിട്ട് വന്നിട്ട് പറഞ്ഞു, പിന്നെ നിന്നെ അമ്പലത്തിൽ കൊണ്ടുപോയത് ആരാന്നൊക്കെ ചോദിക്കും. അമ്പലത്തിൽ പോയി നമുക്ക് വിശക്കുമ്പോൾ ആഹാരം കിട്ടുന്നതും വിശപ്പ് കഴിഞ്ഞതിന് ശേഷം കിട്ടുന്നതും രണ്ടും ഡിഫറെൻ്റ് ആയിരിക്കും അല്ലേ. അപ്പം അതുപോലെയാണ് നമ്മൾ വരുമാനമില്ല, നമ്മളൊരാളെ ആശ്രയിക്കുകയാണ്, ഇതൊക്കെ തരണം ചെയ്യേണ്ടി വരും. ഇന്നപ്പോൾ എൻ്റെ ചെറിയൊരു സങ്കടമാണ് കേട്ടോ ഞാൻ നിങ്ങളോട് പങ്കുവെച്ചത്. ഇതുപോലെ ബുദ്ധിമുട്ടുന്ന വല്ലവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും.